വനമന്ത്രിയുടെ വാഹനം കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് സംഭവം. ചാലക്കുടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മോഹനന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി വരുന്നതിനിടയിലാണ് വനമന്ത്രിയുടെ കാർ കാട്ടാനയ്ക്ക് മുമ്പിൽ പെട്ടുപോയത്. ഇന്നലെ രാത്രി ആതിരപ്പള്ളി ഭാഗത്തു നിന്ന് വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിലേക്ക് പോവുകയായിരുന്ന മന്ത്രി ഷിബു ബേബി ജോൺ ഇന്നലെ രാത്രി 11 മണിയോടെ ചാർപ്പ ഭാഗത്ത് വച്ച് കാട്ടാന റോഡിൽ നിന്നതിനാൽ മന്ത്രിക്ക് വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനകളെ വിരട്ടി ഓടിച്ച ശേഷമാണ് മന്ത്രിക്ക് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 50 പേരുടെ ജീവനെടുത്ത തൃശൂർ ജില്ലയിലേക്ക് ജനങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വനമന്ത്രി ഷിബു ബേബി ജോൺ എത്തിയിരുന്നു. വനമന്ത്രി ചാലക്കുടിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രിമാരും MLA-മാരും കളക്ടർമാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഉൾപ്പെടെ മീറ്റിംഗിലെ തീരുമാനങ്ങൾ വനമന്ത്രി ഉത്തരവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇതൊക്കെയാണ്. ആതിരപ്പള്ളിയിൽ നാളെ മുതൽ 100ഓളം പേരടങ്ങുന്ന ടീം രാവും പകലും കാട്ടാനകളെ കാടുകയറ്റുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം പ്രധാനമായും ആക്രമണം നടത്തുന്ന 2 ആനകളെ റേഡിയോ കോളർ ധരിപ്പിച്ച് കാടുമാറ്റുന്ന കാര്യവും മന്ത്രി ഉത്തരവായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20 മീറ്റർ വനത്തിനുള്ളിലേക്ക് വിസ്തൃതി ക്ലിയറൻസ്, ഫെൻസിംഗ് ശക്തമാക്കൽ, 24 മണിക്കൂറും ഫെൻസിംഗിന്റെ പവർ പൊതുജനങ്ങൾക്കും പരിശോധിക്കാവുന്ന രീതിയിൽ ഓൺലൈൻ സംവിധാനം, 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ആംബുലൻസ് സംവിധാനം, വനം വകുപ്പ് വാഹനങ്ങൾ എവിടെയാണുള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വിധത്തിൽ GPS സംവിധാനം ഘടിപ്പിക്കൽ, ആനയിറങ്ങുന്ന പ്രധാന സ്ഥലങ്ങളിൽ വഴിവിളക്കുകൾ ഉറപ്പാക്കുക, സൊസൈറ്റി പറമ്പുകളിലെ അടിക്കാടുകൾ നീക്കം ചെയ്യുക. പ്രധാനമായും കർഷകരും വനം വകുപ്പും സഹകരിച്ച് മുന്നോട്ടു പോകേണ്ട ഒരു സാഹചര്യമാണെന്നും മന്ത്രി പറഞ്ഞു.